കയറിപ്പോന്നു. ഇനി ഒരുപാടുണ്ട്. നമ്മളീ പറഞ്ഞ അവിടെ ഒരു ബേസ് ക്യാമ്പ് ഉണ്ട് പറഞ്ഞില്ല, വണ്ടി സുക്കുവാലി ട്രക്കിങ്. ഒരു രക്ഷയില്ല കേട്ടോ. ഓ വ്യൂ നോക്കാം, സൂപ്പർല്ലേ. ഹായ് 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 ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ അപ്പോൾ ചങ്ങന്മാരെ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ സുക്കുവാലിയാണ് നമുക്കിന്ന് കയറുന്നത്. അപ്പോൾ സുക്കുവാലി സൈഡൊക്കെ പോകണ വഴിക്ക് എവിടെയെങ്കിലൊക്കെ ഒരു അരുവി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കുക്കിംഗ് ഒക്കെ ആരംഭിക്കണം. നമ്മൾ ഇവിടെ നിന്നിട്ട് ഇറങ്ങിയാലോ? നമ്മൾ ഇവിടെ നിന്നിട്ട് ഇറങ്ങട്ടെ ഞങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സുക്കുവാലിയിലേക്കാണ്. സുക്കുവാലി ട്രക്കിങ്. അത് അറിയില്ലല്ലേ, എങ്ങനെയാണ് സംഭവം അറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ചോറ് വെള്ളം തിളക്കുന്നുണ്ട്, അപ്പോൾ അരി ഇടണം. അത് ഞങ്ങൾക്ക് അവിടേക്ക് പോകണം. അവിടേക്ക് പോകണമെങ്കിൽ നമ്മുടെ അതിൽ എന്താ മേലെ പോയിട്ട് ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അതിലേക്കൊക്കെ വരാം. ആദ്യം ഞങ്ങളുടെ കുക്കിംഗ് ഒക്കെ എടുത്ത് തരട്ടെ അല്ലേ? കുക്കിംഗ് എത്ര അരി ഇടുന്നത്? രണ്ടിട്ടാ മതില്ല. ഇന്ന് രണ്ടിടാം. ഇന്ന് രണ്ടിട്ടിട്ട് നമ്മുടെ രണ്ടുമ്പിൽ നിന്ന് പരിപാടി വെക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് കുറച്ച് മതിയല്ലോ, നമ്മൾ ഉച്ചയാകുമ്പോഴേക്ക് കയറണം. എന്നാലും നമ്മൾ വൈകിട്ടാകുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ഈ ബാഗിൽ 2 സ്ലീപ്പിംഗ് ബാഗ്, പിന്നെ എന്താ സോക്സ്, അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ബ്രെഡും ബിസ്ക്കറ്റും ഉള്ളത്, പിന്നെ തൊപ്പി, പിന്നെ ഒരു കുപ്പി വെള്ളം ഈ ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പിൻ്റെ ബാഗ് എടുക്കുന്നുണ്ട്. അതിലെന്തൊക്കെ ഇട്ടാടാ? പ്രത്യേകിച്ച് എന്തില്ല. ഓറഞ്ച് മുണ്ടെടുത്തില്ലേ? മുണ്ട് കൊടുത്തു. പിന്നെ ഓറഞ്ച് ഉണ്ട്, അത് എടുക്കണ്ട. അതിലൊരു കുപ്പി വെള്ളം എടുത്തില്ലേ? അതിലൊരു കുപ്പി വെള്ളം എടുത്തു. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് ഇനി നമ്മൾ സെറ്റായിട്ടുള്ളത്. ഇനി ഞങ്ങൾ ഷൂവും കൂടി ഇടണം. ഷൂ ഇട്ടിട്ട് നമ്മൾ നേരെ ട്രക്കിംഗ് സ്പോട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ട്രക്കിങ് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. പൊളിക്കും. തകർക്കൂലേ? കേബിളൊന്നും കൊണ്ടുപോണ്ട, അതിൻ്റെ റേഞ്ച് ഇല്ല അവിടെ. അപ്പൊ ഫോണിനെ കൊണ്ടോണ്ട അവസ്ഥയില്ല. പക്ഷേ നമ്മൾ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല എഴുതിയിട്ടാണ്. ഞാൻ എൻ്റെ ഫോൺ എടുക്കുന്നുണ്ട്. അതായത് നമ്മൾക്ക് ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ, അതായത് ഇസാമ വില്ലേജിൽ നിന്ന് നമ്മൾ പോകുന്നത് ഇനി ഇസാമ വില്ലേജിലേക്കാണ്. ഇസാമ വില്ലേജിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ട്രക്കിങ് ആരംഭിക്കുന്നത്. 2 സ്ഥലത്ത് നിന്ന് ട്രക്ക് ചെയ്യാം. പക്ഷേ ഒരു സ്ഥലത്തിൽ ഒരു വില്ലേജിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. ഈ ഇസാമ വില്ലേജിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടുന്ന് നമ്മുടെ ഇസാമയിൽ നിന്ന് 12 കിലോമീറ്റർ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നവിടുന്ന് ഒരു 9 കിലോമീറ്റർ ആണുള്ളത്. അത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, 2 സ്ഥലത്തുണ്ടല്ലോ. പക്ഷേ നമ്മൾ കുറച്ചും കൂടി വണ്ടി പോകുന്ന ഒരു സ്പോട്ട് നോക്കിയിട്ട്, അതുപോലെ തന്നെ കുറച്ചുകൂടി സുഖകരമായിട്ട് പോകാൻ പറ്റുന്ന ഒരു റൂട്ട് നോക്കിയിട്ടുമാണ് ഇസാമ സെലക്ട് ചെയ്തത്. ഏതായാലും നമ്മൾ ആദ്യമായിട്ടാണ്, നമുക്ക് നോക്കി നോക്കാം എന്താവും എന്നുള്ളത്. നമ്മൾക്കൊരു 8-9 കിലോമീറ്റർ പോകാനുള്ള റോഡാണ് ഇപ്പോൾ ഇത്. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പോകുന്നപ്പോൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ഇങ്ങനെയാണ് റോഡാണ്. ഇതിലൊക്കെ പോയിട്ട് എപ്പോഴാണ് അവിടെയൊക്കെ എത്തുക? ആണെങ്കിൽ 10 സ്പീഡ്, 10ലും പോകാൻ പറ്റില്ല ശരിക്കും. ശരി, നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമ്മൾ പോകാൻ നല്ല കാരണം പറ്റില്ല. ആകെ ഒച്ചയും പൊളി വണ്ടി, അല്ലെങ്കിൽ തന്നെ ഒച്ചയും പൊളി വണ്ടിക്ക് ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതും അല്ലേ, ഇതുവഴിയാണോ? മോനെ വഴി കിടക്കണം കിടക്കും. അപ്പം തന്നെ ഇങ്ങനെയാണല്ലേ തുടങ്ങുന്നത്? എങ്ങനെയാണ് അതൊക്കെ കയറി പോവാറുള്ള നിസ്സാരല്ല കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ചെക്കിങ് ചെയ്യാണ്ട്, അതായത് ചെക്ക് പോസ്റ്റ് പോലെ. അതിൽ നമ്മൾക്ക് 2 പേപ്പർ കിട്ടും. ഒന്ന് നമുക്ക് വെഹിക്കിൾ പാസ് വേണം, ഒന്ന് നമ്മൾക്കുള്ള എൻട്രി പാസ് വേണം. അതായത് ഇതിൽ നമ്മൾക്ക് വണ്ടിക്ക് 100 റുപ്യയും നമ്മൾക്കും 120 റുപ്യയും, അങ്ങനെ മൊത്തം 300 രൂപയാണ് നമുക്ക് വരുന്നത്. ഇത് കളയാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് നമുക്കവിടെ മേലേക്ക് ആവശ്യമുണ്ട്. ഇത് ഭദ്രമായിട്ട് എടുത്തേക്കണം. ഭദ്രമായിട്ട് നമ്മളിപ്പോൾ വണ്ടിയിൽ വെച്ച് മറക്കാനും പറ്റൂല. ആ ബുക്കിൽ വെച്ചണം. ബുക്കൊന്നും കൊണ്ടുപോകില്ലല്ലോ നമ്മൾ. ഇവിടെ ഫോണിൻ്റെ താഴത്ത് നിൽക്കട്ടെ, അതുകൊണ്ട് മറക്കൂല. എന്നാൽ പിന്നെ ഞങ്ങൾ പയനം ആരംഭിക്കുകയാണ്. ഞങ്ങൾ മുന്നിലാണ്ട് ഇന്നോവ പോയിക്കണം.
ഇതിലെ റോഡ് വളരെ മോശമാണ്, ആകെ ചകടയാവും. സൗണ്ട് സൗണ്ട് നല്ല അലമ്പുണ്ടാവും, ഒന്നും തോന്നരുത്. കാരണം റോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ റോഡാണ്, കല്ല് പാച്ചിട്ടുള്ള വഴിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല അലമ്പുണ്ടാവും. നമുക്ക് വലിയ സ്പീഡിൽ പോകാനൊന്നും പറ്റില്ല. പിന്നെ ആടി ആടി പോകാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ചൊന്ന് തള്ളി കയറ്റി പോവും വേണം നമ്മള്. അവിടെ ഇത് മാക്സിമം എത്രത്തോളം പോകും അത്രത്തോളം നമുക്ക് വണ്ടിനെ എത്തിക്കണം അല്ലേ? അവന്റെ മോനെ ഇന്നലെ സ്റ്റിയറിംഗിന്റെ പ്രശ്നം അവിടെ തീർത്തോണ്ട് നന്നായി. അല്ലെങ്കിൽ നമ്മൾ ആകെ പിടുത്തം വിടും. സ്റ്റിയറിംഗിന് അതായത് എന്താ പറയാ, ഒന്നും പറയാൻ കഴിയുള്ള ഓക്കെയാണ്. പോകുന്ന വഴിയിൽ തീപ്പന്തൊക്കെ കത്തിച്ചിട്ടാണ് കാണുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിയാണ്, വഴി അത്ര പോരട്ടെ ഗൈസ്, വളരെ മോശമാണ്. നമ്മളെ കൂമനെയും കൂടി സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ കൂമന് ഇത് എന്താ പറയുക താങ്ങുണ്ട്. ബുദ്ധിമുട്ടുള്ള വഴി തന്നെയാണ്. പക്ഷേ കൂമൻ അങ്ങനെ കയറി പോകുന്നുണ്ടെന്ന് തന്നെ ഉള്ളൂ. ഇവിടെ നിന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിലൊന്ന് നിന്ന് കാണാമെന്ന് കരുതി. നല്ല മനോഹരമല്ല കാഴ്ച. ഇലക്ട്രിക് ലൈൻ പോണോക്കാം മലമ്മക്കൂടെ ആടാ, അടിപൊളി. ഇവിടെ നിന്ന് അധികം നേരം കളയണ്ടാവാ. നമുക്ക് ഏകദേശം നമുക്ക് 7 കിലോമീറ്ററോളം ട്രക്കിങ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അധികം സമയം ഇവിടെ കളയരുത്. അതെ, നമുക്ക് ഒരുപാട് ദൂരം നടക്കാനുള്ളതാണ്. വണ്ടി പോണ വരെ പോകുള്ളൂ. വുമൻ ഈസ് ഓക്കെ. ഒരു വണ്ടിക്ക് കഷ്ടിയാട്ടാ. വേറെ വണ്ടി വന്നു കഴിഞ്ഞാല് സൈഡ് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും മര്യാദക്കില്ല. എന്റെ മക്കളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരാക്കട്ടെ. ഇപ്പൊ നമ്മളെ 2 വണ്ടി ഇങ്ങോട്ട് താഴത്തേക്ക് പോയി. ഇവിടുത്തെ ലോക്കൽസ്, ഇവിടുത്തെ ആളുകൾ തന്നെയാണ്. അവരുടെ വണ്ടി അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവര് ഗ്യാപ്പ് അനുസരിച്ച് നിന്ന്, അല്ലാത്തവരാണെങ്കിൽ ഗ്യാപ്പ് അനുസരിച്ച് നിൽക്കൂലല്ലോ. ഓ, ഇവിടെ കാരണ കൊണ്ടുവന്ന പടുത്തത്. ഇവിടെ എന്താ പൂ വെച്ചത്? ഇതെന്താ ഇതെന്താ അറിയില്ല, എന്തോ സംഭവം ഉണ്ട്. കല്ലറ പോലെയൊക്കെയാണ് സംഭവം. അവന്റെ മോനെ ഭൂമിനിപ്പോ അവിടുന്ന് കയറി പോരാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പൊ ഇതുപോലത്തെ സ്ഥലങ്ങളാണ്. അപ്പൊ ചെലപ്പോ നമ്മള് പകുതി വഴി വെച്ച് നിർത്തേണ്ടി വരും പരിപാടി. അതായത് നമ്മള് നടന്നു പോകേണ്ടി വരും. മക്കളെ ആ കൊച്ചയും പൊളിയാണ്. അയ്യോ, എന്നാടത് വേറെ വണ്ടി ഒന്ന് കുടുങ്ങുകയും ചെയ്യാൻ ഒറ്റ വണ്ടിക്ക് ഗ്യാപ്പില്ല. ഒറ്റ വണ്ടിക്കുള്ള ഗ്യാപ്പുള്ളൂ. അത് തന്നെ ജാതി വൃത്തികെട്ട റോഡും. ഇതിനേക്കാളും സ്റ്റാർട്ടിങ് തന്നെ നടന്നു പോവാണ്. പക്ഷെ കുറച്ച് ദൂരം വണ്ടി എത്തിക്കഴിഞ്ഞാല് അത്ര സമാധാനം അല്ലേന്ന് കരുതിയിട്ടാണ് വണ്ടി കൊണ്ട് പോകണത്. ഓ, നിരപ്പുള്ള സ്ഥലം. ഇവിടെ എന്താ വീടുകളോ? വീടാണ്. വീടോ ഷെഡോ അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ. ഏതായാലും ഇതിന്റെ മേലൊക്കെ ഇവിടെ താമസിക്കണം, വരെ മണം സമ്മതിക്കാൻ. പിന്നെ ഗൈസ്, ഞങ്ങൾ പോകുന്ന വഴിയാണത്, ഇനി പോവേണ്ട വഴിയാണ് ഇങ്ങനെ. പക്ഷേ ഇത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ, ടാസ്ക്കാണ് ഗൈസ്. നമ്മുടെ കൂമനൊക്കെ പാറ്റ പൊളിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മല മാത്രം കയറിയാൽ പോരല്ലോ, ഇനി ഒരുപാട് ദൂരം പോകാനുള്ള, ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കണവർ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിർത്തണം നമ്മൾ വണ്ടി. ഒന്ന് അരുവൊക്കെ അടിപ്പിച്ചാണ്ട് കുറച്ചും കൂടി ഇങ്ങനെ അരുവക്കാക്കിയിട്ട് നിർത്തിയിട്ട് ലോക്കാക്കിയിട്ട് പോവാം. നമ്മുടെ വണ്ടിയിൽ വണ്ടിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കും. അതായത് ലാപ്ടോപ്പും ക്യാമറയും മൊബൈലും പേഴ്സും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. വരുമ്പോൾ ഇനി വണ്ടി ഇല്ലെങ്കിലോ എന്താ അറിയില്ല, നമുക്ക് ഇവിടെ വല്ല നിർത്തിയപ്പോണ്. ഇപ്പോൾ മേലെ ആണെങ്കിലും ഇത് തന്നെ അവസ്ഥ. മേലെ ഇവിടെ ഒരു ബേസ് ക്യാമ്പ് ഉണ്ട്, അവിടെ നമുക്ക് വണ്ടി നിർത്താം. പക്ഷേങ്കിൽ അവിടെ ആണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. അതായത് അവിടെ ആരും വണ്ടി നോക്കാനൊന്നും ആളൊന്നും ഉണ്ടാവില്ല. വണ്ടി അവിടെ നിർത്തിയിട്ട് നമുക്ക് പോവാം, അത്രേ ഉള്ളൂ അല്ലേ.
ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായയും അതുപോലെ തന്നെ റസ്ക് ഉണ്ടാകും കൂട്ടി കഴിച്ചിട്ട് ഞങ്ങളുടെ പയനം ആരംഭിക്കുവാണ് ഇപ്പോൾ പറഞ്ഞ പോലെ കൂമാ ഇപ്പോൾ വരാട്ടാ, നാളെ രാവിലെ കാണാം നമുക്ക് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ പയനം ആരംഭിക്കുവാണ്. ഇപ്പോൾ സമയം 11:55 നമുക്ക് നോക്കാം എത്ര മണിക്കൂർ സമയം നമുക്ക് ട്രക്കിങ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. 11:55 ടോക്കോ 12 മണി കൂട്ടിയാ. ഇതിലൊക്കെ വണ്ടി പോവാറുണ്ട്. ഇതിലിപ്പോ ഒരു ഒമ്മിനി കയറിപ്പോയി. അതിലൊക്കെ എന്താ ലോഡില്ലേ? അതിലൊന്നും ലോഡില്ല. അതാണ് വിഷയം. കുറച്ചിങ്ങനെ കയറിപ്പോന്നു. ഇനി ഒരുപാടുണ്ട്. നമ്മളീ പറഞ്ഞ അവിടെ ഒരു ബേസ് ക്യാമ്പ് ഉണ്ട് പറഞ്ഞില്ല, വണ്ടി നിർത്തുന്ന പാർക്കിംഗ് ഒക്കെ ഉള്ള, അവിടേക്ക് കൂടി നമ്മൾ എത്തിയില്ല. ഞങ്ങൾ ആവശ്യ സാധനങ്ങളായിട്ടുള്ള സ്ലീപ്പിംഗ് ബാഗ് എടുത്തത്, പിന്നെ ബെഡ്ഷീറ്റ് എടുത്തത്, പിന്നെ 2 മുണ്ട് എക്സ്ട്രാ എടുത്തത്, ഗ്ലൗസ് സോക്സ് ഒക്കെ എക്സ്ട്രാ എടുത്തത്, പിന്നെ വെള്ളം എടുത്തത്, പിന്നെ ഇപ്പം എന്താ നമ്മളെടുത്തത് അതിനുള്ളൂ അല്ലേ, പിന്നെ ജാക്കറ്റ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഞങ്ങൾ എടുത്തത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഉണ്ടായതുകൊണ്ട് 2 ഓറഞ്ച് കൊടുത്തിട്ടുണ്ട് വൈക്കുന്ന കഴിക്കാതെന്ന് എഴുതിയിട്ട്. ഇപ്പം തന്നെ കഴിച്ചു. ഇനി അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ടൈറ്റാവും. പോകുന്ന വഴി ഇതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ചെറിയൊരു ഇളം ചൂട് ഇളം തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ വൈകിട്ടേക്കാകുമ്പോഴേക്കും ഇവിടെ നല്ല തണുപ്പാവും. ഇപ്പം തന്നെ സമയം 12 മണിയായി. നമ്മൾക്ക് ഏകദേശം 3-3.5 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കണേ. നമ്മളെ കൊണ്ട് എത്രത്തോളം സ്പീഡിൽ നടക്കാൻ വേണ്ടി കഴിയും എനിക്കറിയില്ല. ടൈറ്റ് ഏരിയ കഴിയണ്ടേ എന്നാലല്ലേ. ടീം കുറച്ച് പോയി നടന്നു പോയി. ഇതിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നടക്കാം. പക്ഷെ ഇതൊന്നല്ല, ഇതൊക്കെ വണ്ടി പോകുന്ന സ്ഥലം തന്നെയാണ്. അതായത് നമ്മളെ കുമ്മന് ഇവിടെയൊക്കെ പോകും, പക്ഷെ പോകാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വണ്ടിയായിട്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. കഴിയുവാണെങ്കിൽ കയറ്റുക, പരമാവധി കയറ്റുവാണെങ്കിൽ ഈ നടത്തം ഒഴിവാക്കാം. ഇല്ലാന്നാണെങ്കിൽ വണ്ടി വിട്ടിട്ട് നടന്നു പോരാ നമ്മളെ മതി അല്ലേ. പിന്നെ ഇതുപോലത്തെ വണ്ടികളുണ്ട് ഇതൊക്കെ. പിന്നെ അതാണ് പിന്നെ കുഴപ്പമില്ലേ. അല്ല അതെടുക്കേണ്ടവർക്ക് അതെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിർത്തേ പോരും. മേലിന്ന് ആടിക്കാണ് ഒരാളെ കൊണ്ടുവരുന്നത്. മേലേക്ക് ആളെ കൊണ്ടുപോകുന്നത് വെച്ച് കണ്ടിട്ടില്ല. മേലിന്ന് താഴത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലേ. താഴത്ത് മേലേക്ക് ഇത്ര ലോഡ് വെച്ചാർക്ക് കൊണ്ടുപോകാൻ കഴിക്ക് തോന്നില്ല. ഈ വഴികളിലൂടെ ഒരു ടാറ്റ സഫാരി ഇതിലെ കയറി അത് വരെ തള്ളിയേക്കാണ് അല്ലേ. ഇതിലെ ബൈക്കുമ്പോൾ പോകാൻ വയ്ക്കുന്നതാണെങ്കിൽ സുഖാട്ടോ. അപ്പോൾ ആസാമാ സിക്കിമല്ലേ നമ്മൾ കൊടുത്തത്? വണ്ടി നമ്പർ പ്ലേറ്റ് ആസാമാ ഏസ. അത് നേരത്തെ 2 വണ്ടി പോയി, അത് സിക്കിമായിരുന്നു. ഒരുപാട് ബൈക്കുകാർ കയറുന്നുണ്ട്. പിന്നെ ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും ഇതുവഴിയൊക്കെ കയറ്റുവാണെങ്കിൽ. പക്ഷേ എങ്കിൽ ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം അപ്പുറത്തേക്ക് കൊക്കയാണ്, അവിടേക്ക് നിങ്ങൾ പോകില്ല. പക്ഷെ ഇവിടെ തന്നെ കടന്നു പോകാനാണ് സാധ്യത അല്ലേ. കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടോ. ടോട്ടല് 35 മിനിറ്റ് നമ്മൾ നടന്ന്. കുറേ നേരം നടന്നപ്പോൾ നമ്മുടെ വഴി ഒരു ആയാസം തരുന്നു. അതായത് നേരുന്ന സ്ഥലമായി. അതുകൊണ്ട് നടക്കാനൊരു സുഖമുണ്ട്, ആശ്വാസമുണ്ട്. പിന്നെ തണുപ്പുണ്ട്. കൊടും ചൂടത്ത് നടക്കുന്ന ആ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നടക്കുമ്പോൾ സുഖം കിട്ടാൻ നമുക്ക് പറ്റുന്നു. അതെ ഗതപ്പിനൊക്കെ ഒരു ആശ്വാസമുണ്ട്. പിന്നെ ഏതായാലും ഇപ്പോൾ ക്യാമ്പ് എത്താനായി തോന്നുന്നു. ബേസ് ക്യാമ്പ് അത് ആദ്യത്തെ ക്യാമ്പ് കേട്ടോ. ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടേക്ക് എത്താനായി തോന്നുന്നുണ്ട്. ആളുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. കുറച്ച് കയറിപ്പോൾ വന്നപ്പോൾ ഒരു ബിൽഡിങ് വീട് പോലെ അല്ലേ. ഇതാണ് ബേസ് ക്യാമ്പ്. ഇവിടെയാണ് വണ്ടി നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇനി ഇവിടുന്ന് ഏത് വഴിയാണ് പോവുക എന്നുള്ളത് ഇവരോട് ചോദിക്കണം അല്ലടാ. എൻ്റെ മക്കളെ ഞങ്ങൾ കരുതിയ പോലെ അല്ല കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇതാണ് നമ്മളുടെ വണ്ടി എടുത്താൽ അതാണ് ഒരു ബേസ് ക്യാമ്പ്, വണ്ടി നിർത്തുന്ന സ്ഥലം. ഇവിടെ നിന്ന് 7 കിലോമീറ്ററാണ്. ഇവിടെ നിന്ന് 7 കിലോമീറ്ററാണ്. അതവിടെ കൊടുത്തുന്നത് വെയിറ്റ് സുഖോ ഇതുവഴി വിട്ടോളിയാടാന്ന്. അപ്പം ഞങ്ങളങ്ങനെ പോക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ വിശ്വമ പറയുന്ന വില്ലേജ് ഉണ്ടല്ലോ, അവിടുത്തെ യൂത്ത് ഓർഗനൈസേഷൻ്റെ
അവരാണ് ഇവിടെ, അവരാണ് ഇത് നിയന്ത്രിക്കുന്നത് മൊത്തത്തിലായിട്ട്. അതായത് അവരാണ് ഈ ഇത്ര എങ്ങനെയെങ്കിലും വഴി ഉണ്ടാക്കിയത്. അതായത് നമ്മളിപ്പോൾ ആ ഒരു ബേസ് ക്യാമ്പ് വരെ വണ്ടി വരും പറഞ്ഞില്ലേ, ആ വണ്ടി വരുന്നത് വരെയെങ്കിലും അവിടെ വരെ ഉണ്ടാക്കിയത് അവരാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഇനി ഇവിടുന്ന് മേലേക്കും വണ്ടി വേണമെങ്കിൽ കൊണ്ടുപോകാൻ കഴിയുന്നവർക്ക് കൊണ്ടുപോകാം അല്ലേ, ജീപ്പൊക്കെ പോകുമല്ലോ. ഇനി മേലേക്കും പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി ദൂരം കൂടി പോകാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബോർഡാണത് അല്ലേ. ഒരു മെസ്സേജ് പറഞ്ഞത് ഏതാണ് സ്ഥലം, എന്താണ്, എങ്ങനെയാണ്, ഇത് ഫോറസ്റ്റിൻ്റെ കീഴിൽ വരുന്നതാണെന്നുള്ളതൊക്കെയാണ്. മേലേക്ക് ഒരുപാട് പോകേണ്ട കാര്യം വഴി ചെറുതായി. ഇനി ഈ പറഞ്ഞ പോലെ വണ്ടികളൊന്നും വല്ലാതെ പോകാത്ത വഴിയായി മാറിയിട്ടുണ്ട്. ഇനി നടന്ന് തന്നെ പോകണം. കുറേയൊക്കെ അറിയപ്പോൾ ആ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ മരം ഏർന്ന് ഇതിലിറക്കുന്നതാണ് താഴത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലേ. ഇവരുടെ ചുറ്റി വരണ്ടേ. അതെ ഇവിടെ നിന്ന് മേലെ നിന്ന് മുറിച്ചിട്ട് എടുക്കുന്ന സുഖമാണ്. ഇവിടുത്തെ വീട് നിർമ്മാണത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇതിൽ നിന്ന് തന്നെ അവർ മരം മുറിക്കും. പിന്നെ ഇതിൽ നിന്ന് വരുന്ന ഫണ്ട് അത് ഈ പറഞ്ഞ എന്താ പറയുക സംഘടനയ്ക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. അവർക്ക് തന്നെയാണ് ഈ ഒരു പൈസയൊക്കെ ചെല്ലുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പൂരം തൃശ്ശൂർ അവർ വന്നതിന് അവർ എത്രയോ മുമ്പ് വന്നാണ് അല്ലേ, കാരണം പഴക്കമുണ്ട്. ഡേറ്റ് ഡേറ്റ് കൂടി കൊടുക്കണമായിരുന്നു, അതവർ കൊടുത്തില്ല. സെറ്റായിരുന്നു. തൃശ്ശൂർ ഇതാക്കണ കയറ്റും. ഈയാണാ സ്റ്റെപ്പുകളാണ് മോനെ. സുക്ക് വാലിയിലേക്കുള്ള സ്റ്റെപ്പുകൾ ഇതാ ഇവിടെ നിന്നും ആരംഭിക്കുന്നു. ഇതാടെ കുറച്ച് ടൈറ്റാണെന്ന് പറഞ്ഞ ഏരിയ. അതായത് സ്റ്റെപ്പുകളാണ് നമുക്ക് ട്രെക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ട് തരിക കാലിനൊക്കെ. അപ്പോൾ ഇത്തരം പടികളിങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തരുന്നത് സ്റ്റെപ്പുകളാണ്. ഇപ്പോൾ പോകുന്നതൊക്കെ കുഴപ്പമില്ല, സാധാ റോഡായതുകൊണ്ടേ നമുക്ക് കയറി പോരാൻ വേണ്ടി കഴിയും. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് സ്ലോവിൽ പോകാനേ പറ്റുള്ളൂ. ഇതിങ്ങനെ ഈ ഒരു മല കുറച്ച് ദൂരം അങ്ങനെ പോകാനുണ്ട്. പടികൾ നിസ്സാരമല്ല ഗൈസ്, നല്ല കയറി പോകാണ്ട് മേലിന് ആളുകൾ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ മക്കളെ കുറച്ച് ദൂരം കയറി കാണുന്ന വ്യൂ ഉണ്ട, നമ്മൾ വരുന്ന വഴിയാണിത്. ഒട്ടും നിസ്സാരമല്ല അല്ലേ. ഇല്ല ഇനിയുണ്ട്, നമ്മളിപ്പോൾ അതിൻ്റെ ഒരു പകുതി എത്തിയിട്ടുള്ളൂ. ഇനിയുണ്ട് ഒരുപാട് കയറാൻ. കുഴപ്പമില്ല അല്ലേ, വലിയൊരു റിസ്ക് അറിയാമെന്നില്ലല്ലോ. കുഴങ്ങി അല്ലേ. പിന്നെ ഇപ്പോഴാണ് ട്രെക്കിങ് ആയത്, ഇപ്പോഴാണ് ടൈറ്റായത്. ചങ്ങന്മാരെ ഞാൻ പറഞ്ഞു, ചങ്ങന്മാരെ സൂപ്പറാണ്. പോന്നോളി പെട്ടെന്ന് വണ്ടി പോയി. ഇതൊന്നും തളർച്ചയല്ല കേട്ടോ, നമ്മൾ കയറ്റം കയറുവാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണം നമുക്ക് വരും, നമ്മൾ നിൽക്കേണ്ടി വരും. ആ നിർത്താണ് നമ്മൾ നിന്നുകൊണ്ടിരിക്കണേ. ചെന്ന് കരുതി നമ്മൾ കയറിപ്പെട്ടു, അതിൽ കയറി തളർന്നു എന്നുള്ള ചിന്ത ഞങ്ങൾക്കില്ല കേട്ടോ. ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് സത്യത്തിൽ. നല്ല തണുപ്പ്, എന്താ പറയുക, കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരുപാട് കിളികളുടെയും ഈ മരത്തിൻ്റെയും ചോലകളുടെയും ഒക്കെ ശബ്ദം കേൾക്കാം. പിന്നെ ഈ മരം കണ്ടങ്ങൾ ഇതൊരു സൈസ് പായൽ പിടിച്ചേക്കുവാണ് ഈ മരത്തിന് ഫുള്ളായിട്ട്. അതാ അങ്ങനെ ഈ മരത്തിൻ്റെ വേരിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സുക്ക് വാലി ട്രെക്കിങ് ഒരു രക്ഷയില്ല കേട്ടോ. കാര്യം കൊണ്ട് തന്നെയാണ് നമ്മൾ വലിയൊരു തോട്ടി ഉണ്ടായതുകൊണ്ടേ ഇങ്ങനത്തെ വ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടി കഴിയും അല്ലേ. പിന്നെ മേലേക്ക് എത്തിയിട്ട് വേണം ഒന്ന് കൂക്കുക, സ്വസ്ഥമായൊരു കൂക്കില്ലേ, അതൊന്ന് കൂക്കാണ്ട് അല്ലേ. പിന്നെ അത് വണ്ടൂർക്ക് എത്തണം, വണ്ടൂർക്ക് നടുക്ക് എത്തണം, വണ്ടൂർക്ക്. ഓഹോ എന്നാ വ്യൂ അല്ലേ മേലേക്ക് എത്തിയപ്പോൾ. മലനിരകളൊക്കെ നോക്കാച്ചി, നല്ല ക്ലിയറും ഉണ്ട് കാണാൻ. പിന്നെ മാത്രമല്ല നമ്മളിവിടെ ഇങ്ങനെ ഷെട്ടിലെത്തി, ഇവിടെ റെസ്റ്റിംഗ് പ്ലേസ് ആണ്. ഇവിടെ നമ്മൾ എവിടെ നിൽക്കേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടാ. ഇനി നമുക്ക് പോകാൻ എവിടെ ഇറങ്ങാൻ ദൂരമുണ്ട് നോക്കി നിങ്ങൾ. ഇവിടേക്ക് എത്തണം നമ്മള്. എൻ്റെ മോനെ പോലൊട്ടിയേ ഇല്ല, ചിപ്സും വെള്ളവും ഫുഡും ഒക്കെ ഉണ്ടടാ. കംപ്ലീറ്റ് വേസ്റ്റാണ്. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്.
കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റാണ്. നമ്മുടെ കയ്യിലുണ്ട് കുപ്പികൾ, ഒറ്റൊന്നും കളയരുത്. റിട്ടേൺ താഴത്തേക്ക് എത്തണം. പിന്നെ ഇവരിവിടെ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിലിടാം. അതിൽ പോലും ഇടാതെ ഇവിടെ അലക്ഷ്യമായിട്ട് വെക്കണം. ഇവിടുത്തെ മരങ്ങളൊക്കെ പായൽ പിടിച്ച മരങ്ങളാണ് ഗൈസ് അല്ലേ. വന്യജീവികളുടെ പ്രശ്നമില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല, നമുക്ക് സുഖമായിട്ട് പോകാം. പിന്നെന്താ വെച്ചാൽ ഇതാണ്ട, ഇനി ആളുകൾ നടന്ന് ആയതാണ് ഈ വഴിയൊക്കെ ഇങ്ങനെ. ഇതിൽ ഈ വഴി ഉണ്ടാക്കിയവരും കണ്ടുപിടിച്ചവരൊക്കെ അവരെ നമ്മൾ സമ്മതിക്കണം അല്ലേ. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നമ്മൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇവിടേക്ക് കയറണം എന്ന് ഞാൻ മുഴുവനായിട്ട് പറയണമെങ്കിൽ ഞാൻ അവിടേക്ക് എത്തട്ടെ അല്ലേ. നേരൊക്കെ എത്തിയിട്ട് ആ ഒരു വ്യൂ കണ്ടിട്ട് നമുക്കത് ഉറപ്പിച്ച് പറയാം അല്ലേ. ഇവിടെ എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ എഴുതി. ഇനി ഇതുവഴിയാണ് കയറി പോകേണ്ടത്. ഇവിടെ കുറേ ആളുകളുടെ പേര് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാണല്ലേ. ആർക്കും അതിലൊന്നും എഴുതാൻ തോന്നും. മോനെ ഏണ്ടേ സൂപ്പർ വ്യൂ അല്ലേ. കുട കയറി തുടങ്ങിയില്ലേ, അസ്തമയാവാനായിട്ടോ. 1:45. ഇനി ആ ഏതാനും മണിക്കൂറുകൾ മാത്രം. 2:45, 3:45, 4:45. വെറും 2.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. 4:45 പോകില്ല. 4:30 ചിലപ്പോൾ അസ്തമയാവും കഴിഞ്ഞു. അപ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് സൂര്യാസ്തമയം ശരിക്കും കാണാൻ പറ്റുമോ? സൺസെറ്റ് കാണാൻ കഴിയുമോ? എത്തുമോ? ഇനി ഒരുപാട് ദൂരം പോവാണ്ട്. എന്തിനങ്ങനെ കയറണം മക്കളെ, എന്തിനാ വഴിക്കാതെ കയറണം കേട്ടാ, വഴിക്കാതെ കയറണേ. എന്നാ കയറിക്കോ. സ്ലിപ്പാണോ കേട്ടാ. ഓക്കെ അല്ലേ. എന്താ ഭംഗി ചേച്ചിട്ടാ. ഇസാമ വില്ലേജാണോ കാണുന്നത്? ആണ് തോന്നുന്നത്, എന്താ അറിയില്ലോ. കയറി വാ. ഏത് വില്ലേജായാലും നമ്മൾ പതുക്കെ കയറി പോകാം. വർക്കില്ല. ഇതൊരു ശേഷം മുളയാണല്ലേ. ഇടതൂർന്ന വഴികളിലൂടെയൊക്കെയാണ് നമ്മുടെ സഞ്ചാരം. അടിപൊളിയാണ്. ഇനി പോകാനുള്ള വഴിയാണത്. ഈ സൈഡിൽ ഫുള്ള് സ്ലിപ്പായി കഴിഞ്ഞാൽ താഴത്ത് പോകും. അതുകൊണ്ട് ഈ അരുവി പിടിച്ച് വേണം പോവാം. അതിലൊക്കെ കോട അങ്ങനെ നല്ല രീതിയിലുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. കാർമേഘങ്ങൾ കെട്ടി കിടക്കുന്നു. കോടകൾ തന്നെ അങ്ങോട്ട് ഇങ്ങനെ പലായനം ചെയ്യേണ്ടവർ. എന്നാ വ്യൂ, ശ്രദ്ധിച്ച് പോട്ടോ. ഞങ്ങളൊരു പോയിന്റിലേക്ക് എത്തിയതാണത്. ഗൈസ് അതിലാണ് വേറ്റ സുക്ക് പോലെ. ഞാൻ അതുവഴി എങ്ങനെ പോകാം. ടൈറ്റ് കഴിഞ്ഞ് അല്ലേ, ടൈറ്റ് കഴിഞ്ഞ് ഇവിടെ റെസ്റ്റ് ചെയ്യാം കുറേ നേരം വേണമെങ്കിൽ. പക്ഷേ നമ്മൾ അതിൽ നേരം നിൽക്കുള്ള നമ്മൾ പോവാണ്. വേണ്ട, നമ്മൾ വന്നിരുന്ന വീട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടിരുന്ന വീടാണ്. അത് ഇവിടുന്ന് കാണുന്നതുകൊണ്ട് ഒരു പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയില്ലേ. അതിൻ്റെ താഴത്തുനിന്ന് അവിടെ എവിടെയോ ആണ് നമ്മളെ വണ്ടി നിർത്തിയിട്ട്, അവിടുന്ന് താഴത്ത് അങ്ങ് അവിടെ എവിടെയോ ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലേ. കൊള്ളാല്ലേ, സൂപ്പറായില്ലേ. ഇതിലെ പോലെ പോ. ഇതിൽ പോകാൻ വേണ്ടിയിട്ട് സുഖമുണ്ടല്ലോടാ. അതെന്താ വെച്ചാൽ ഇതിൽ അത്ര ടൈറ്റ് അല്ല. ഇതിൽ നമുക്ക് നിരന്ന പ്രദേശം അതിലൂടെ ഇങ്ങനെ പോകുന്ന അല്ലേ. മണ്ണിറക്കുക. മണ്ണ് ഇത് നടന്നായതാടാ. അത് ആദ്യം ചവിട്ട് വഴി ഉണ്ടാക്കി, ആദ്യം ചവിട്ട് വഴി ഉണ്ട്, പിന്നെ ഇങ്ങനെ നടന്നായതാണിത് അല്ലേ. അതുപോലെ അല്ലേ ഇത്. അവിടെ നല്ല കോട കയറി കളിക്കുന്നുണ്ടല്ലേ. അപ്പം ഇതിലേക്ക് നല്ല വ്യൂ ഉണ്ടല്ലോ അല്ലേ. ഇത് താഴത്തേക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം. പക്ഷേങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോളാം. അത് കുറേ ആളുകൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവരൊക്കെ റിട്ടേണോ. പക്ഷേങ്കിൽ നമ്മൾ മുന്നിക്കാണ് അല്ലേ. പോകുന്ന വഴി കണ്ടെങ്കിൽ എന്താ അല്ലേ, നല്ല മനോഹരമായിട്ടുള്ള വഴിയാട്ടാ. സൂപ്പറാണ് മക്കളെ, പൊളി. പോകുന്ന വഴിയിൽ ആളില്ലാത്ത കേടില്ല. ഞങ്ങൾക്ക് ടീമിനെ കിട്ടി അല്ലേ. പക്ഷെ അവരുടെ കൂടെ നല്ല നമ്മളായിട്ട് തന്നെ പോകും. പോകുന്ന വഴിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. ഇതൊരു സൈസ് മുളയാണ് അല്ലേ. മുള ഐറ്റത്തിൽ പെടുന്ന, മുളയല്ല ആ വർഗത്തിൽ പെടുന്ന ഒരു ചെടിയാണിത്. ഇവിടെയൊക്കെ നമ്മളുടെ എന്താ പറയുക, നമ്മളെ മൂടാ മാത്രം ഉണ്ട്. എല്ലാവരും ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിഞ്ഞത്. അപ്പം അങ്ങനെ ശരിക്കും കാണുള്ളല്ലോ. ഈ നേരത്തെ ട്രക്ക് ചെയ്ത് നന്നായി. അതുകൊണ്ട് വിഷ്വല് കറക്റ്റ് കിട്ടും. പോകുന്ന വഴിയാണ് മക്കളെ.
സത്യം പറഞ്ഞാൽ മുളങ്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഫീലാണ്. പിന്നെ എന്താ പറയാ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. അതൊക്കെ നമ്മളാ ഇത്തരം കാഴ്ചകൾ നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടിയിട്ടില്ലല്ലോ. കിട്ടൂല. ഇവിടെ വരണം, ഇവിടെ തന്നെ വരണം. നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നതായിട്ട് പിന്നെ ഇവിടേക്ക് ഇങ്ങോട്ട് എന്താ പറയാ, നല്ലൊരു നിരന്ന പ്രദേശമാണെന്ന് നമുക്ക് പറയാം അല്ലേ. നല്ല നിരന്ന പ്രദേശമാണ് ഗൈസ്. ഇത്രയും വലിയൊരു തോട്ടി വാങ്ങിയ നന്നായി, അതുകൊണ്ട് ഉപകാരപ്പെട്ടിപ്പോ അല്ലേ. ഇനി നമ്മൾ ഇവിടുന്നിട്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എൻ്റെ എഴുതിയിട്ട് നിങ്ങൾ ആ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞു കണ്ടങ്ങൾ അവിടെ ഉണ്ടാ കോട കയറി മറിയുന്നത്. കോട ഇങ്ങനെ കയറി മറിയുന്നുണ്ട്. ഈ നേരത്തും കോടയാണ് ഇവിടെ അല്ലേ. പിന്നെ ഇത് കോടവാലിയാണ്. ഭഗവാനെ എന്തുവാടേ. ആഹാ, ഇതിനകത്താണെങ്കിൽ പെരുന്തണുപ്പ്. ഇവിടെ ചെറിയൊരു ചോല ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ആ ചോല ഇല്ല, വെള്ളമല്ല അല്ലേ, വെള്ളമല്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒഴുകി പോകുന്നത്. നമ്മൾ വന്ന വഴി, നമ്മൾ പോവേണ്ട വഴി ഇതാണ്. ഇതിലെങ്ങനെ പോവാ. ഇവിടെ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് കാട്ടുതീ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടയാളമാണ് ഈ ഒരു മരമൊക്കെ. കരിഞ്ഞതാണ്, കത്തിക്കരിഞ്ഞതാണ്, ഉണങ്ങിപ്പോയതല്ല. അങ്ങനെ ഇവിടെ കാട്ടുതീയിൽ ഒരുപാട്, ഇവിടെ ഈ ഒരു എന്താ ഏരിയയിൽ സുക്കു വാലിയിൽ ഒരുപാട് എന്താ പറയുക, ഈ മരമൊക്കെ ഉണ്ടോ, ഇതൊക്കെ കരിഞ്ഞതാണ്. അതായത് ഈ സുക്കു വാലിയിൽ ഇടയ്ക്കിടയ്ക്ക് കാട്ടുതീ ഉണ്ടാവും എന്നാണ്. കാട്ടുതീ ഉണ്ടായിട്ട് ഇവിടുത്തെ ഒരുപാട് ജീവജാലങ്ങൾ, അതായത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ജീവജാലങ്ങൾ ഈ കാട്ടുതീയിലൊക്കെ മരണപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ മേലെ ഒരുപാട് നല്ല പൂക്കൾ കാണാൻ വേണ്ടി കഴിയും. ആ സീസൺ ഇപ്പോൾ സീസണാണൊക്കെ അറിയില്ല, പൂക്കളുടെ സീസണാണോ അറിയില്ല, ആണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടുത്തെ ആ ഒരു കാട്ടുതീയിൽ ഒരുപാട് ഞാൻ പറഞ്ഞ ജന്തുക്കൾ, അതുപോലെ തന്നെ സസ്യങ്ങൾ, പലവിധ ഔഷധ സസ്യങ്ങളൊക്കെ നശിച്ചു പോയി എന്നുള്ളതാണ്. എന്നാലും ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഒരുപാട് ജന്തുജാലങ്ങളൊക്കെ വസിക്കുന്ന ഒരു നല്ലൊരു ഏരിയ തന്നെയാണ് സുക്കു വാലി എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറയണത്. വേണ്ട നമ്മൾ പോകുന്ന വഴിയാണ്. അതിലൊക്കെ ഇങ്ങനെ ഈ മലൻ്റെ ചെരുവിലൂടെ എങ്ങനെയാണ് നമ്മൾ പോന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടതൊക്കെ ഈ കാട്ടുതീയിൽ നശിച്ചതാണ്. അതൊക്കെ കത്തിയതാണ്, അതിൻ്റെ അടയാളങ്ങളാണ് അതൊക്കെ. ചങ്ങന്മാരെ, ചെറിയ ബിസ്ക്കറ്റും ചെറുതല്ല വലുതിനെ എടുത്തോളി. ബിസ്ക്കറ്റ് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കാനുള്ളതൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാവും. മേലത്തെ ഫുഡും മോശമാണെന്നാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ ബ്രെഡും ബിസ്ക്കറ്റും കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ വെള്ളം കുടിക്കണം മര്യാദയ്ക്ക്. ഇതിന് മുമ്പ് അവിടെ നിന്ന് ടൈറ്റ് കയറ്റം കയറിയിട്ടൊന്നും ഞങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല. ഇനി ഇവിടുന്ന് നല്ല രീതിയിൽ വെള്ളം കുടിച്ചിട്ട് ഈ ഒരു നേരുന്ന പ്രദേശമല്ലേ നടന്ന് പോകാമെന്ന് കരുതി. അല്ലോ അപ്പോൾ ഞങ്ങൾ ബിസ്ക്കറ്റ് കൈ കരുതിയാണ്. അതേപോലെ കരുതി എല്ലാവരും വേണ്ടി വരും. അല്ല ഒന്ന് പോരാ, 2-3 എടുത്തോണ്ട്. അതെ, പിന്നെ എന്തെങ്കിലുമൊക്കെ പിന്നെ എടുക്കാൻ പറ്റുന്ന കേക്ക് ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും എടുക്കാം. ഫുഡ് കരുതുക, ഫുഡ് നല്ലോണം കരുതുക അല്ലേ. നമ്മൾക്ക് എന്താ വെച്ചാൽ ലഗേജ് കൂടുതലാണ് വേണ്ടെന്ന് കരുതിയിട്ടും ബാഗിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം എടുക്കാൻ. ആഹാ, ഇവിടെ ഉണ്ട് ഒരു കാട്ടുചോല. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കാം, ഒരു ഭയാനക ഫീലാട്ടാ. ചിലപ്പോൾ രാവിലെ വരുമ്പോൾ ഇതൊക്കെ ഐസാവും. ഇവിടെ അത്രയും തണുപ്പുണ്ടാവലുണ്ട് നല്ലാറിന്. പോകുന്ന വഴിയൊക്കെയാണ് അതിമനോഹരമാണ് ഗൈസ്. നമ്മൾ വെറുതെ പറയുമല്ല, ഈ ട്രെക്കിങ് വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. നല്ല മനോഹരമായുള്ള കാഴ്ച, സുഖമായിട്ട് എൻജോയ്മെന്റ്. അത്ര എൻജോയ്മെന്റ് അത്ര. അതെ അതെ, കുറച്ച് ട്രെക്കിംഗ് കൊണ്ടൊന്നും തോന്നുന്നു കണ്ടിട്ട്. അവിടെ ടൈറ്റ് ഏരിയ അല്ലേ, ടൈറ്റ് ഏരിയ കുറച്ചേ ഉള്ളൂ. നമ്മളത് വലിയ സംഭവമാക്കി എടുക്കരുത്. അത് നമുക്കൊരു മണിക്കൂറുണ്ട് അല്ലേ. ചിലപ്പോൾ അത് റിട്ടേൺ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ 3/4 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ, അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴേ. ഏതായാലും നോക്കാം നമുക്ക്, അത് പിന്നത്തെ കേസാണല്ലോ. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ പോകാനേ, നമ്മൾ മുളങ്കാടിൻ്റെ നടുക്കാണ് ഇപ്പോൾ ഉള്ളത്. മുളങ്കാട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇതൊരു മുളയിനത്തിൽപ്പെട്ട ചെടിയാണല്ലോ അല്ലേ. ഇതാണ് ഈ മല നിറച്ച്. എങ്ങനെ ഈ മലയിൽ ഇത് ഇത്ര അധികം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ. വ്യൂ നോക്കാം, സൂപ്പറല്ലേ. ഇത്രങ്ങാനും കയറിപ്പോന്നു. നമ്മളിപ്പോൾ ഏകദേശം 12 മണി 1, 2, 3 മണിക്കൂർ ട്രെക്ക് ചെയ്താൽ നമ്മൾ
എന്നിട്ട് നമ്മളെവിടെ എത്തിയില്ല. അവിടെ ഇങ്ങനെ ചെറിയൊരു ഷെഡ് കാണുന്നുണ്ട്. അവിടേക്കാണാവോ എന്താവോ, ഞാൻ അവിടെ നിന്ന് പോകേണ്ടി വരും അറിയില്ല അല്ലേ. വേ ടു സുക്കു വാലി. ഇതാണ് ഞാൻ നമ്മൾ പറഞ്ഞ നേരത്തെ വേറെ വില്ലേജിൽ നിന്ന് കൂടി വരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് അവിടെ നിന്നാണ്. നമ്മൾ ഈ വഴി മറക്കല്ല കേട്ടോ. നമ്മൾ ഈ ഓപ്പോസിറ്റുള്ളതിന് നേരെ അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്, ആ വഴിക്ക്. ഓക്കെ. മറന്നു കഴിഞ്ഞാൽ പണിയായി. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി അവിടെ എഴുതിയിട്ടാണ് ഇതിലേ പോകണം. നമ്മൾ ഇവിടെ വന്നാണ് അവർ ചേരുന്നത്, നമ്മൾ ഈ 2 വഴി. ഇനി ഇവിടെ നിന്നിട്ട് ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. എന്നാൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേരെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ടാണ് പോരുന്നത്. ഇവിടുത്തെ ടോയ്ലറ്റ് സംഭവങ്ങളൊക്കെയാണ് തോന്നുന്നു. അവിടെ ഡ്രമ്മ് കണ്ട്, അത് കുടിവെള്ളത്തിനാണോ അവിടെ, അതിനെ ആവാം. പിന്നെ ഇതിൽ ഒരുപാട് പൈപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഉണ്ടാ, ഇതൊക്കെ ചോലവെള്ളങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ സൈഡിൽ നിന്ന് ഇങ്ങനെയായിട്ടാണ് വരുന്നത്. നമ്മളങ്ങനെ എത്തിയടേ. ഓ ഗായ്സ്, ഇവിടെ അതാ കട്ടയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗായ്സ്, എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണം. ഇവിടെ ആരാ ഷട്ടിൽ കളിച്ചാനൊക്കെ വെക്കണേ? ഇതിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് ഒരു ഡോർമെട്രി എന്ന് പറയുന്നത്. നോ ഷൂസ് ഇൻസൈഡ് പ്ലീസ്. ഓക്കെ, ഷൂ ഇവിടെയാണ് കുറച്ച് തണുപ്പ് കുറവെന്നാണ് ഇപ്പോൾ ഒരു പറയുന്നത്. അതായത് ഈ കാണുന്ന കാർപ്പറ്റ് ഉണ്ടല്ലോ, കാർപ്പറ്റ് വിരിക്കും, അതൊരു പീസിന് 100 റുപ്യ. അതൊരു പീസിന് 100 റുപ്യ. അവിടെ കിടക്കാൻ ഒരാൾക്ക് 100 റുപ്യ. പിന്നെ നമുക്ക് ബ്ലാങ്കറ്റ് വേണമെങ്കിൽ അതിനും 100 റുപ്യ. അങ്ങനെ എല്ലാത്തിനും 100. ഞങ്ങൾ 2 ചായ നിൽക്കണേ. ഞാൻ അതിനെത്ര ഇതാക്കി അറിയാം കേട്ടോ. ചായ കുടിക്കാനൊക്കെ പുതിയാണ്. പിന്നെ അടുത്തായിട്ടുള്ളത് ഇവിടത്താണ്. ഇത് മരം കൊണ്ടുള്ളതാണ് അല്ലേ? ഇത് മരം കൊണ്ട്. ഇവിടെ കുറച്ച് തണുപ്പ് കൂടുമെന്നാണ് അവൻ പറഞ്ഞത്. മരം കൊണ്ടുള്ളത്. ഇപ്പോൾ ആ സിമെൻ്റ് ഉള്ളതിന് ഈ കാർപ്പറ്റ് വിരിച്ചുകൊണ്ട് ചിലപ്പോഴൊന്നും അവിടെ അധികം ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ. പക്ഷേങ്കിൽ സിമെൻ്റ് ഇല്ലാതെ വെറും മരമാണെങ്കിൽ അവിടെ ഇപ്പോൾ കാർപ്പറ്റ് ഇല്ലോടിക്കോ. കാർപ്പറ്റ് ഇല്ലയെന്ന് ആണെങ്കിൽ ഇവിടെ ഏക്കാറ് ചൂട് അല്ലേ. അപ്പോൾ ഇങ്ങനെ കൂട്ടമായിട്ട് ഇവിടെ കിടന്നുറങ്ങാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ആ ജനലൊക്കെ തണുപ്പ് കയറും നന്നായിട്ട് കേട്ടോ. ഇതിനൊക്കെ തന്നെ ഇതിൻ്റെ മേലൊരു ചെയ്തു എന്നുള്ളതാണ് അല്ലേ. നമ്മളങ്ങനെ ബാക്കി കാഴ്ചകളൊക്കെ നാളെയാണ്. ഇന്നിപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടെ കുറേ കാഴ്ചകളുണ്ട് കാണിക്കാം. നമുക്ക് അങ്ങോട്ട് നോക്കി നിങ്ങൾ എന്നാ വ്യൂവാ അല്ലേ. ഫുള്ള് പച്ചപ്പില്ലേ, ഫുള്ള് പച്ചയാണ്. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ. ഇതിലൊക്കെ ടെൻറ്റ് പിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ ടെൻറ്റ് പിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിതിലെ താഴത്ത് കൂടെ പോയിട്ട് അതിലങ്ങനെ പോയിട്ട് അവിടെ എന്തോ ഒരു അതിലെ പോകണം നമുക്ക്. അതൊക്കെ നാളെ നമുക്കൊന്ന് അന്വേഷിക്കണം. ഇവിടെ ഇനി എന്തോ ഒരു സംഭവം കൂടി ഉണ്ട്. അതേപോലെ തന്നെ കീവുണ്ട്. പിന്നെ ശരിക്കുള്ള വ്യൂ കിട്ടണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് എവിടേക്കൊക്കെ പോകണം. അതിൽ തോണ്ടിക്ക് ഇതുവഴി അങ്ങനെ പോയാൽ അത് എന്താ ഹെലിപ്പാഡാണല്ലേ. അത് ഹെലിപ്പാഡാണ് അല്ലേ. പിന്നെ ഇവിടെ സോളാറിലാട്ടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും ഇനി രാത്രി ആവട്ടെ. ചേങ്ങന്മാരോടെ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. അവിടെ പോയി, എല്ലാം പോയി. അവിടെ നിന്നൊക്കെ ആവി വറക്കൽ തുടങ്ങിയില്ലേ. ഞങ്ങൾ ക്യാപ്പ് ഇട്ടു, കയ്യിൽ ഗ്ലൗസ് ഇട്ടു, ജാക്കറ്റ് ഇട്ടു, എല്ലാം ഇട്ടു. സോക്സൊക്കെ ഇനി ഡബിളാക്കണം. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കിടന്നുറങ്ങും അല്ലേ. ഇവിടുന്ന് നല്ല ഓരോ ചായ കുടിക്കരുത്. ചായക്ക് ആധാരം പണയം വെക്കേണ്ടി വരുമോ ചായക്ക്? എന്താ അറിയില്ല. വെച്ചിട്ട് പോവാം. വിഷ്ണുരാജ് ഇതോരെ കിച്ചണാണ് അല്ലേ. പിന്നെ ഇതിലെ ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. സംഭവമാണ്. വല്ലാത്തില്ല. അവിടെ നമുക്ക് കിട്ടിയ സ്ലിപ്പ് ഇവനെ കൊടുക്കണം. അവിടെ അവന് അതൊക്കെ എന്തൊക്കെ എഴുതി കുറിച്ച് വെക്കുന്നുണ്ട്. ഇവിടെ എത്ര ആൾക്കാർ വന്ന് ഇതിൻ്റെ എഴുതുന്നുള്ളതാവാം. ഇവിടുത്തെ ഫുഡൊക്കെ എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ നാളെ പറയാം, എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പം പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ മറ്റു നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.